ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഫാക്ടറൈസേഷൻ്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ മെത്തേഡ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് അതുപോലെ ഈ ഗ്രൂപ്പിംഗ് ഈ രണ്ട് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫാക്ടേഴ്സ് ആക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 3 ഐഡൻറ്റിറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിലിടാ. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടേം വരുന്നത് എ ആണ്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതില്ലേ ഇതിനെ ഫാക്ടർ ഫോം എന്ന് പറയാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നതിനെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ എക്സ്പാൻഡഡ് ഫോം ഇല്ലേ ആ മോഡലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ഈ ഐഡൻറ്റിറ്റീസ് ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ അതാണ് ആദ്യം വരുന്നത്. ഇനി ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ അത് തേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇടയിൽ വരുന്ന മിഡിൽ ടേം എന്ന് പറയുന്നത് അവരുടെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് ഇൻറ്റു 2. ഇനി രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഫാക്ടർ ഫോമാണ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും അല്ലേ. ഇനി അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എ സ്ക്വയർ. ഇനി അവരുടെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എ ബി ഇൻറ്റു 2 അത് സബ്ട്രാക്ട് ചെയ്യുകയാണ്, കാരണം ഇവിടെ എ മൈനസ് ബി എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ബിയുടെ സ്ക്വയർ. ഇനി തേർഡ് ഐഡൻറ്റിറ്റി അവിടെ എ പ്ലസ് ബിയുടെയും എ മൈനസ് ബിയുടെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പാൻഡഡ് ഫോമിൽ നോക്കുക, രണ്ട് ടേമേ വരുന്നുള്ളൂ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് പി സ്ക്വയർ പ്ലസ് 10p പ്ലസ് 25. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അതായത് എക്സ്പാൻഡഡ് ഫോം പോലെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏത് ഐഡൻറ്റിറ്റിയാണ്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എല്ലാ ടേമും പോസിറ്റീവാണ്. 3 ടേമാണുള്ളത്, എല്ലാ ടേമും പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റികളെല്ലാം നോക്കുക, അതിൽ ഏത് ഐഡൻറ്റിറ്റിക്കാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ടേം ഉള്ളത്, അതും എല്ലാം പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഐഡൻറ്റിറ്റിയിൽ രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പാൻഡഡ് ഫോമിൽ എന്താണ് 3 ടേം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ മാത്രമേ എല്ലാ ടേമും പോസിറ്റീവായിട്ടുള്ളൂ. അതുകൊണ്ട് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫസ്റ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ അത് എഴുതാം, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി ഇത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി അല്ലേ. ഇനി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ ബി എന്തായിരിക്കും? 5. ഇനി നമുക്ക് ഈ ഐഡൻറ്റിറ്റിയുടെ ഫോമിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 10p പ്ലസ് 25 ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് പി, ബി എന്ന് പറയുന്നത് 5 പ്ലസ് ഇനി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് പി, ബി എന്ന് പറയുന്നത് 5, അപ്പോൾ പി പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. പി പ്ലസ് 5 ഇൻറ്റു പി പ്ലസ് 5 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ. പി പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? പി പ്ലസ് 5 ഇൻറ്റു പി പ്ലസ് 5. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് 4x സ്ക്വയർ മൈനസ് 8x പ്ലസ് 4. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാ ടേമിനകത്തും നമുക്ക് കോമൺ ആയിട്ട് 4 എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ആ 4നെ കോമൺ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് 4 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി ഫസ്റ്റ് ടേമിൽ നിന്ന് 4 എടുത്ത് കഴിയുമ്പോൾ അവിടെ ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ഇനി 8x നിന്ന് 4 എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? 2x പ്ലസ് ഇനി 4ൽ നിന്ന് 4 എടുത്ത് കഴിയുമ്പോൾ 1 തന്നെ. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ടേംസ് ഒക്കെ നോക്കാം. അപ്പം അതിന് നമ്മുടെ ഏത് ഐഡൻറ്റിറ്റി ആയിട്ട് സിമിലർ ആയിട്ട് വരും നോക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ അകത്ത് 3 ടേം ഉണ്ട്, സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്. അപ്പോൾ അതേപോലെ വരുന്ന ഏത് ഐഡൻറ്റിറ്റി ആണോ ഉള്ളത്? സെക്കൻഡ് ഐഡൻറ്റിറ്റി അല്ലേ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി. ഇനി ഇതിനകത്ത് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എന്താ? എക്സ് അല്ലേ.
ഇനി അതേപോലെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു 1. അപ്പോൾ ബി എന്തായിരിക്കും? 1 തന്നെ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എക്സ്, ബി എന്ന് പറയുന്നത് 1 പ്ലസ് ഇനി ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇതിൻ്റെ ഫാക്ടർ എന്തായിരിക്കും? ഫാക്ടേഴ്സ് എന്തായിരിക്കും? എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എക്സ്, ബി എന്ന് പറയുന്നത് 1. ഇപ്പോൾ എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് 4p സ്ക്വയർ മൈനസ് 9q സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അവിടെ എത്ര ടേം ഉണ്ട്? 2 ടേം ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഏത് ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഡഡ് ഫോമിലാണ് 2 ടേം ഉള്ളത്? ലാസ്റ്റ് ഐഡൻറ്റിറ്റി അല്ലേ, തേർഡ് ഐഡൻറ്റിറ്റി. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമിൽ 2 ടേമേ ഉള്ളൂ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കമ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4p സ്ക്വയർ. അപ്പോൾ എ എന്തായിരിക്കും? 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. പി സ്ക്വയറിൻ്റെ റൂട്ട് പി. അപ്പോൾ എ എന്ന് പറയുന്നത് 2p. ഇനി ബി എന്തായിരിക്കും? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9q സ്ക്വയർ. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 9ൻ്റെ റൂട്ട് എന്താണ്? 3. ഇനി ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യൂ തന്നെ. ക്യൂ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ക്യൂ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ ക്വസ്റ്റ്യനെ? 4p സ്ക്വയർ മൈനസ് 9q സ്ക്വയർ ഈക്വൽ ടു 2p ദി ഹോൾ സ്ക്വയർ മൈനസ് 3q ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ എന്തായിരിക്കും ഇതിൻ്റെ ഫാക്ടേഴ്സ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2p. അപ്പോൾ 2p പ്ലസ് 3q ഫസ്റ്റ് ഫാക്ടർ കിട്ടി. ഇനി സെക്കൻഡ് ഫാക്ടർ എന്തായിരിക്കും? 2p മൈനസ് 3q. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് എ റേസ് ടു 4 പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4. അപ്പോൾ ഇവിടെയും നോക്കുക, നമ്മുടെ ഏത് ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഡഡ് ഫോം പോലെയാണ് ഇത് വരിക? 3 ടേം ആണുള്ളത്, എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഏതായിരിക്കും? ഫസ്റ്റ് ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കി. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് പി സ്ക്വയർ. ഇനി ഇതിനെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എ സ്ക്വയർ അത് അവിടെ വന്നിരിക്കുന്നത് എന്താ? എ റേസ് ടു 4 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റിയിലെ എ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എ സ്ക്വയർ ആയിരിക്കും. അതേപോലെ ഐഡൻറ്റിറ്റിയിലെ ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി റേസ് ടു 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ബി സ്ക്വയർ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ എ റേസ് ടു 4 പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി റേസ് ടു 4 ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ഇനി ബി റേസ് ടു 4നെ എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്തിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇനി അടുത്തത് ഒരു ഹോംവർക്കാണ്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫാക്ടറൈസ് ചെയ്യാനാണ്. അപ്പോൾ നോക്കുക ഏത് ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പാൻഡഡ് ഫോം പോലെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരികയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് 3 പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? ഫസ്റ്റ് ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ അതേപോലെ വെച്ച് ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് 9x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 16 അവിടെ 2 ടേമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? തേർഡ് ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു മോഡൽ ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിലിടാം.